അല്ല, ഇതിപ്പം ഈ ബി ജെ പിന്ന് കോൺഗ്രസിക്ക് പോലും, കോൺഗ്രസ് നിന്ന് ബി ജെ പിക്ക് പോലും, സി പി എമ്മിന്ന് ബി ജെ പിക്ക് പോലും, സി പി എമ്മിന്ന് കോൺഗ്രസിക്ക് പോലും ഒക്കെ ആയിട്ടുള്ള കലാപരിപാടികൾ സമീപകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് പരിചിതമല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. പറവൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പോയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കോളുകളൊക്കെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പറവൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. ഒന്നുകിൽ സതീഷിനെ പരാജയപ്പെടുത്താൻ പറ്റും, ഇനി അഥവാ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ സതീഷിനെ അവിടെ കെട്ടിടാൻ പറ്റും. സതീഷിനെ ഇപ്പോൾ ഒരു ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടി അന്തയ്ക്കും പോയ മാതിരിയുള്ള ജാഥയായിട്ട് അത് അവസാനം മാറും. ഈ യാത്രയൊക്കെ ഇങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം എം എൽ എ ഓഫീസിലും പെരയിലും ഒക്കെ വേറെ ആരെങ്കിലും കയറി ഇരിക്കണ കാണേണ്ടി വരുമോ എന്നുള്ളൊരു ഗതികേട് ഞാൻ പറയാൻ കാരണം. നമസ്കാരം. പറവൂരിൽ സതീശന് അടിപതറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 2001 മുതൽ പറവൂരിൽ തുടങ്ങിയ സതീശന്റെ അപ്രമാദിത്യം 2026 എത്തി നിൽക്കുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇന്നലെ പറവൂർ നിയോജക മണ്ഡലത്തിലെ പറവൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ ആയിരുന്ന വത്സല പ്രസന്നകുമാർ BJP-യിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ സതീശൻ പുതിയ യാത്രയുമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് സതീശൻ അറിയാതെ, VD സതീശൻ അറിയാതെ വേരുകൾ ഒലിച്ചു പോകുന്നുണ്ടോ? അല്ല, ഇതിപ്പം ഈ ബി ജെ പിന്ന് കോൺഗ്രസിക്ക് പോലും, കോൺഗ്രസ് നിന്ന് ബി ജെ പിക്ക് പോലും, സി പി എമ്മിന്ന് ബി ജെ പിക്ക് പോലും, സി പി എമ്മിന്ന് കോൺഗ്രസിക്ക് പോലും ഒക്കെ ആയിട്ടുള്ള കലാപരിപാടികൾ സമീപകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് പരിചിതമല്ലാത്ത രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. മറ്റേത് ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ AP അബ്ദുള്ള കുട്ടി സി പി എം വിട്ട് കോൺഗ്രസിൽ പോയി, പിന്നെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി പോയി, ഇടതുമുന്നണി MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ബി ജെ പിയിലേക്ക് പോയി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന KP അനിൽകുമാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് വന്നു. ഇങ്ങനെയുള്ള PS പ്രശാന്ത് വന്നു. ഇതൊക്കെ എന്തിനേറെ RSS നേതാവായിട്ടുള്ള OK വാസു ഇടതുമുന്നണിയിലേക്ക് വന്നു. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. ഇപ്പോൾ TK ഹംസ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് വന്നു. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആര്യയുടെ മുഹമ്മദിനെ പരാജയപ്പെടുത്തി നിലമ്പൂരിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇതൊരു തരംഗമായി മാറുകയാണ്. ഇന്ന് ഈ ഒരു പാർട്ടി കാണുന്ന ആളെ അടുത്ത ദിവസം വേറെ പാർട്ടീൻ്റെ വേദിയിൽ ഷാളടിച്ച് കാണുന്ന ദൃശ്യം. ഇതിപ്പോൾ കൂടെ നിൽക്കുന്നവരിൽ ഇപ്പോൾ അതായത് ഞാനും ഈ ഒക്കെ പറ്റി പാർട്ടിക്കാരാന്ന് കൂട്ടിക്കോ, നാളെ ഈ ഒപ്പുണ്ട് എന്നുള്ള ഉറപ്പിനിക്കില്ല. കാരണം നാളെ നേരം വിളിക്കുമ്പോൾ ചിലപ്പോൾ നീ വേറെ എന്തെങ്കിലും പാർട്ടിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പറവൂരിലെ വിഷയം എന്ന് പറഞ്ഞാൽ പറവൂരിലെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പോയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കോളുകളൊക്കെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പറവൂർ സീറ്റ് സി പി എം ഏറ്റെടുക്കാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അത് ഞാൻ മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പ്രവചിച്ചതാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്തേക്കും, CPM ഏറ്റെടുക്കുക. കാരണം അവിടെയുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ് അവിടെ. സതീശൻ്റെ അടുത്ത് രാഷ്ട്രീയം നോക്കാതെ കയറി ചെല്ലാൻ പറ്റും ആളുകൾക്ക്. സതീശനെ ഏറ്റവും കൂടുതൽ അവിടെ ഫേവർ ചെയ്യുന്നത് അവിടുത്തെ CPI-ക്കാർക്കും CPM-കാർക്കുമാണ്. CPI-യുടെ സീറ്റാണ്. കാലങ്ങളായിട്ട് CPI മത്സരിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ. ആ സീറ്റ് CPM ഏറ്റെടുക്കുകയും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം മാറും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അത് രണ്ട് തരത്തിൽ. ഒന്നുകിൽ സതീഷിനെ പരാജയപ്പെടുത്താൻ പറ്റും, ഇനി അഥവാ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ സതീഷിനെ അവിടെ കെട്ടിടാൻ പറ്റും. കാരണം സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്തേണ്ടുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഇന്നത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള സതീഷിനെ, ബാക്കിയുള്ള 139 മണ്ഡലങ്ങളിലും പ്രചരണത്തിന് പോകേണ്ടുന്ന സതീഷിനെ നേരെ പറവൂരിൽ മാത്രം കെട്ടിയിടുക, ശ്വാസം മുട്ടിക്കുക. കാരണം പറവൂരത്തെ എല്ലാ വീടും കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ്റെ ആ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അപ്രമാദിത്വം എന്ന് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടും. കാരണം ബാക്കിയുള്ള പലർക്കും സതീഷിൻ്റെ ഡേറ്റ് വേണ്ടി വരും. സതീഷിന് ഡേറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സതീഷിനിപ്പോൾ ഒരു ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പട്ടി അന്തയ്ക്കും പോയ മാതിരിയുള്ള ജാഥയായിട്ട് അത് അവസാനം മാറും. കാരണം ആ ജാഥയുടെ വരവ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ജാഥ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലൂടെ കടന്നു വരുന്ന സമയത്ത്, ആ പ്രദേശത്തു നിന്നുള്ള MP ആണ്, വയനാട് MP ആണ് പ്രിയങ്ക ഗാന്ധി ആ ജാഥയിലൊന്നും പങ്കെടുത്തിട്ടില്ല. 1-2 വേദിയിലൊന്നും വന്ന് സംസാരിക്കാമല്ലോ. 36 വേറെ പണിയൊന്നുമില്ലല്ലോ, മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പിന്നെ ഓക്കെ, നാടാറ് മാസമാണ്, 6 മാസം രാഷ്ട്രീയത്തിൽ സജീവം. പിന്നെ കഴിഞ്ഞാൽ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് നേരെ എങ്ങോട്ടെങ്കിലും പോകും. ഇതാണ് രാഹുൽ ഗാന്ധിൻ്റെ രാഷ്ട്രീയം. അതൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തതിൻ്റെ പ്രശ്നം രാഹുൽ ഗാന്ധിക്കുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനത്തെ ഒരു സ്ഥിരതയില്ലായ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രിയങ്ക ഗാന്ധി വേണ്ടത്ര സമയം ചെലവഴിച്ചിട്ടുമില്ല. പ്രിയങ്ക ഗാന്ധി ഈ ജാഥയ്ക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതൃത്വം ചിന്തിക്കേണ്ടത് കേരളത്തിൻ്റെ, കാരണം കോൺഗ്രസ് വാനിഷ്ഡ് ഇന്ത്യ എന്ന ലക്ഷ്യത്തിലൂടെ BJP പോയിക്കൊണ്ടിരിക്കുമ്പം കേരളത്തിൻ്റെ റിസൾട്ടാണ് ഇതിന് ശേഷം നടക്കാൻ പോകുന്ന. കേരളത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ കർണാടക അവരുടെ കയ്യിൽ നിന്ന് പോവും, തെലുങ്കാന അവരുടെ കയ്യിൽ നിന്ന് പോവും, പിന്നെ അവർക്കൊരൊറ്റ സ്റ്റേറ്റേ കയ്യിലുണ്ടാവുള്ളൂ. അതും പിന്നെ മെല്ലെ പോയിക്കോളും. അത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ
തെരഞ്ഞെടുപ്പിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ ഈ ജാഥയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇലക്ഷൻ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത് ഈ ജാഥയിലൂടെയാണ്. ഈ ജാഥ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള മണ്ണൊരുക്കലാണ്, ഇതിൻ്റെ പ്രചാരണത്തിൻ്റെ മണ്ണൊരുക്കലാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളും ഒക്കെ അതാത് പ്രദേശത്ത് പോകുന്ന സമയത്ത് അനൗപചാരികമായ ചർച്ചകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ രീതി, ഇപ്പോൾ സതീശൻ തോറ്റ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാരൊക്കെ ഉണ്ടാവും? ഒന്ന് രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും. കാരണം മുഖ്യമന്ത്രി സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള എതിരാളിയാണ്. സതീശൻ തോറ്റാ തൻ്റെ മുമ്പിൽ എതിരാളിയില്ല, പിന്നെ KC വേണുഗോപാൽ മാത്രമേ ഉള്ളൂ. ഒരാളെ നോക്കിയാൽ മതി. ഇപ്പോൾ ഈ രണ്ടുപേരെ നോക്കണം. അപ്പോൾ സതീശൻ പറവൂരിൽ തോൽക്കാൻ ഒന്ന് വെള്ളാപ്പള്ളി നടേശന് സതീശനെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. രമേശ് ചെന്നിത്തലയ്ക്ക് എതിർപ്പുണ്ടെങ്കിലും പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പിന്നിൽ സുകുമാരൻ നായരുണ്ട്. താക്കോൽ സ്ഥാനം വേണമെന്ന് പറഞ്ഞ് പണ്ട് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നാക്കിയതാണല്ലോ. അപ്പോൾ NSS, SNDP തുടങ്ങിയിട്ടുള്ള സാമുദായിക സംഘടനകളുടെ ഒക്കെ കണ്ണിലെ കരടാണ് സതീശൻ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് സതീശൻ നിലപാടെടുക്കുന്നതുകൊണ്ടാണ്. സതീശൻ അങ്ങനെ തിണ്ണനിറങ്ങാൻ വല്ലാതെ പോകാറില്ല എന്നുള്ളൊരിതുണ്ട്. പിന്നെ മുക്കാൽ പിണറായി എന്ന് ഒക്കെ PV അൻവർ വിശേഷിപ്പിച്ചത് അത്ര ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു അരപ്പിണറായി ഒക്കെ ഉണ്ട്. കാരണം സതീശൻ വിട്ടുവീഴ്ചയൊന്നും വല്ലാതെ ചെയ്യുമൊന്നുമില്ല. ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. പിന്നെ ഈ പെണ്ണുപിടിയന്മാർക്കെതിരെ നടപടി എടുത്തപ്പം അതിനെതിരെ ചോദ്യം ഉയർന്നു വന്ന സമയത്ത് സതീശൻ പറഞ്ഞല്ലോ, അറബിക്കടലിൽ ആർത്തരച്ച് വന്നാലും ശരി എൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കോൺഗ്രസ് നേതാവാണ് സതീശനും. പിന്നെ അതേപോലെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താ? സതീശൻ്റെ തോൽവിയാണ്. ഷാഫി പറമ്പിൽ ആഗ്രഹിക്കുന്നത് എന്താ? സതീശൻ്റെ തോൽവിയാണ്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുഡാപ്പികൾ പറഞ്ഞല്ലോ 2047 ഇന്ത്യ ഭരിക്കുന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ ഭരിക്കാൻ നിന്ന സുഡാപ്പികളൊക്കെ ഇപ്പോൾ തീഹാർ ജയിലിലിരുന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, തീഹാർ ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ബാക്കി അനുയായികൾ ഇവിടെ ഉണ്ട്. കേന്ദ്രത്തിൽ ഈ BJP സർക്കാരുള്ളതുകൊണ്ടും നരേന്ദ്രമോദി സർക്കാരുള്ളത് കൊണ്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള അവരുടെ ഈ ഫോഴ്സുകൾ, ഉൾപ്പെടെയുള്ള ഏജൻസികളെയൊക്കെ പേടിച്ചിട്ടാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. അല്ലാതെ അവരെ മനസ്സിലെ വർഗീയത ഒഴിവാക്കിയിട്ടൊന്നുമല്ല. അവർക്ക് ഇപ്പോഴും ഒരു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വെട്ടി കൊല്ലണം എന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സ് സൂക്ഷിക്കുന്നവർ തന്നെയാണ്. അതുമാത്രമല്ല, മതേതര ബോധമുള്ള മുസ്ലിങ്ങളും അവരെ ശത്രുക്കളാണ്. അപ്പോൾ അവരെന്താ വെച്ചാൽ മതേതര ബോധമുള്ള ഏതൊരു മനുഷ്യനെയും, എതിർ മതത്തിൽപ്പെട്ടവനെന്നല്ല സ്വന്തം മതത്തിൽപ്പെട്ടവരെയും കൈവെട്ടാനും കാലുവെട്ടാനും എൻ്റെ മലപ്പുറത്ത് ഇഷ്ടം പോലെ നടന്നിട്ടില്ല. ഷംസു പുന്നക്കൽ എന്ന് പറയും, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ജ്യേഷ്ഠ സഹോദര തുല്യനായിരുന്ന ഒരാളാണ്. ഇവരുടെ ആദ്യത്തെ ആക്രമണം ഷംസു പുന്നക്കലിന് നേരെയാണ്. ബോംബ് എറിഞ്ഞിട്ട് പിന്നെ വെട്ടി നുറുക്കി ആൾ പിന്നെ മരിക്കും ചെയ്തു കേട്ടോ. വളരെ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഈ സുഡാപ്പി മനസ്ഥിതി ഉള്ളിലുള്ളവർ, അത് അവർക്ക് ദീനബോധമൊന്നുമില്ല. അവർക്ക് മനുഷ്യനെ കണ്ടാൽ കൊല്ലാനുള്ളതാണ്. പിന്നെ ബാക്കി അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൊണ്ട് പോകുന്നുള്ള ധാരണയിൽ നിൽക്കുന്നവരാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ വെക്കുന്ന രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ അവരുടെ ഒരു സൈലൻറ്റ് ഫേസായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. വളരെ മൃദുഭാവമാണ്, സൗമ്യനാണ്, ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാഫിക്കാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനാണെങ്കിലും ഒക്കെ ചെറിയൊരു ഫാൻ ബേസൊക്കെ ഉണ്ട്. ആ ഫാൻ ബേസ് പോലും സതീഷിനെ വെട്ടാൻ വേണ്ടി നോക്കുന്നുള്ളതാണ്. സതീശൻ വളരെ കറകളഞ്ഞ നിലപാടെടുക്കുന്നതാണ്. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ശത്രു സതീഷിനാവാനുള്ള കാരണം എന്താ? സതീശൻ വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ച പ്രസംഗം എത്ര വൃത്തികെട്ട പ്രസംഗമായിരുന്നു. മലപ്പുറം മുഴുവൻ തീവ്രവാദികളുടെ കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചിരുന്നു അത്? മലപ്പുറം മുഴുവൻ തീവ്രവാദികളുടെ കേന്ദ്രമാണ്. അതായത് മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ ഉള്ളവരെല്ലാം തീവ്രവാദികളാണ്. പക്ഷേ സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്ത് ബേസിക്കലി ഉള്ളൊരു കുഴപ്പം ഈ കൂടെ നടന്ന് കാലി ചവിട്ടുക, തോളുമ്മിലിരുന്ന് ചെവി തിന്നുക, പിന്നൊന്ന് കുത്തുക, ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാരെ കലാപരിപാടി. അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. കരുണാകരൻ്റെ കാലം തൊട്ടേ ഉള്ളതാണ്. എല്ലാ കാലത്തും ഉണ്ട്, ഉമ്മൻചാണ്ടിൻ്റെ കാലത്തും ഒക്കെ ഉണ്ട്. ഈ ഒപ്പം നടക്കണവന് ഒപ്പം നിൽക്കുന്നവന് പാര വെക്കുക എന്നുള്ളതാണ്. ബാക്കി പാർട്ടികളിൽ പാരവെപ്പൊക്കെ ഉണ്ട്, പക്ഷേ ഇമാതിരി പാര വെക്കില്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുണ്ട് പറിക്കുക, പിന്നെ കസേര എടുത്തെറിയുക, ഇതൊക്കെയാണ് ഇവരുടെ കലാപരിപാടികൾ. അപ്പം അങ്ങനെ ആകുമ്പം സതീശൻ പുതിയുഗ യാത്രയൊക്കെ നടത്തി സമാപനം നടത്തി തിരിച്ചു ചെല്ലുമ്പോൾ പറവൂരിൽ സതീശൻ്റെ വീട്ടിലും MLA ഓഫീസിലും വേറെ ആരെങ്കിലും കയറി കയ്യേറുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്ന ഒരു സാഹചര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നില്ല ഈ ഷാഫി പറമ്പിലിന് ഈ പറയുന്നത് പോലെ ഒരു സുഡാപ്പി ഫാൻ ബേസ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കുറച്ചും കൂടി കോൺഗ്രസ് മൈൻഡ്, അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള യുവാക്കളെ എപ്പോഴും ചേർത്തുകൊണ്ട് പോകുന്ന ഇതാണ്. മാത്രമല്ല നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയത്തെ ഇദ്ദേഹം എതിർക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് അവിടെയാണ് പിന്നെ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്നത്. ഉമ്മൻചാണ്ടി മരണക്കിടക്കയിൽ കിടക്കുമ്പം ഉമ്മൻചാണ്ടിയാണ് ഷാഫിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടീൻ്റെ അടുത്ത് മറ്റൊരു MLA പോയി ഷാഫി അപ്പോൾ വിളിക്കുകയാണ്, ലൗഡ് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയെ. അപ്പം ഷാഫി ഉമ്മൻചാണ്ടിയാണ് കേൾക്കണമെന്ന് അറിയുന്നില്ല.
അയാളെ കൂടെ ഇനി നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അയാളെ കഥ കഴിയാനായി, നമുക്ക് വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് സംവിധാനം ഉണ്ടാക്കണം എന്ന് പറയുക. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് കൊണ്ടു കടന്നിട്ട്. മാത്രമല്ല, JS അഖിലിനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നത്. ആ JS അഖിലിനെ വെട്ടിയിട്ടാണ് ഈ കോഴീനെ കൊണ്ടുവന്നിട്ട് പ്രസിഡൻ്റ് ആക്കുന്നത്. ആ കോഴീനെ കൊണ്ടുവന്ന് പ്രസിഡൻ്റ് ആക്കണമെന്ന് വെച്ചാൽ ഷാഫിൻ്റെ വീക്ക്നെസ്സാണ്. ഷാഫിൻ്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ്സിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഷാഫിൻ്റെ വടകരയിലെ ഫ്ലാറ്റിലേക്കാണ് ചിലരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇത് കണ്ടാസ്വദിക്കുന്ന ഒരു വൈകൃത മനസ്സ് ഷാഫിക്കുണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള സജ്ന പി ഷാജൻ പറഞ്ഞു, ഷാഫിൻ്റെ അടുത്ത് ശ്രദ്ധപ്പെടുത്തിയതാണ്. മുൻ MP-യുടെ മകളുടെ വിഷയം, ഇനിയിപ്പോൾ ഞാൻ MP-യുടെ പേര് ആവർത്തിച്ച് പറയുന്നില്ല, പലവട്ടം പറഞ്ഞതാണ്. ഇത് ഷാഫിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഷാഫി എന്താണെന്നുള്ളത്, ഷാഫിനെ വളർത്തിക്കൊണ്ടുവന്ന BHK തങ്ങൾ എന്ന് പറയുന്ന പട്ടാമ്പിക്കാരനായിട്ടുള്ള മുൻ DCC വൈസ് പ്രസിഡന്റിനെ ആ മനുഷ്യൻ അവസാനം പറഞ്ഞതെന്തറിയോ, എൻ്റെ മയ്യത്തോനെ കാണിക്കരുതെന്നാണ്. അത്രയ്ക്ക് ദ്രോഹിച്ചു ആ മനുഷ്യനെ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഇവന് പോക്കറ്റ് മണി കൊടുക്കും. ഇവൻ കോളേജിൽ പഠിക്കുമ്പോഴും KSUവിലൊക്കെ വളർത്തിക്കൊണ്ടുവന്ന അയാളാണ്. ആ മനുഷ്യന് പാരമണിതാണ് ഷാഫി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ണീരുണ്ട് ഷാഫിൻ്റെയും രാഹുലിൻ്റെയും ഒക്കെ നേരെ. JS അഖിലിനോടൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് പറഞ്ഞാൽ ചതിയാണ്. അവൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് സിൻഡിക്കേറ്റ് റൂമിൽ നിന്ന് മാറ്റിയിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഓൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അയോഗ്യതനാക്കിയിട്ടാണ് ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത്. ഇമാതിരി വൃത്തികേടുകൾ കുറേ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഷാഫിയും രാഹുലും ആരൊക്കെ എത്രയൊക്കെ വെള്ളം പൂശിയാലും എനിക്ക് കൃത്യമായി കാര്യങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് കൃത്യമായി അറിയുകയും ഒരുപാട് സോഴ്സുകളിലൂടെ സഞ്ചരിക്കുകയും ഒരുപാട് മെറ്റീരിയൽസും സ്റ്റഫും കയ്യിൽ വെക്കുകയും ചെയ്തൊരു വ്യക്തി എന്ന രീതിയിൽ ആരെങ്ങനെ വെള്ളം പൂശിയാലും എനിക്ക് പിന്നെ ബോധ്യപ്പെടില്ല. കാരണം എന്താ വെച്ചാൽ പട്ടച്ച തമ്പുര ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇജൻ്റെ പണി നോക്കി പോയിക്കോന്ന് ഞാൻ പറയും, എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം വെച്ചാൽ എനിക്ക് ബോധ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവർ കോൺഗ്രസിനകത്തുള്ള രീതി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പാര വെക്കുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, ഞാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവാതിരിക്കാൻ എനിക്ക് ആദ്യം ചെയ്യേണ്ട പണി എന്താ, ഈ MLA ആവാന്നാ മതിയല്ലോ, പിന്നെ എനിക്ക് ശല്യമില്ലല്ലോ. അപ്പം ഈ പണി നടത്തിയിട്ടുണ്ട്. ഇത് പണ്ട് പിന്നെ കൊച്ചി കോർപ്പറേഷനിൽ നടത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ വേണുഗോപാലിനെയാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്നത്. വേണുഗോപാലിനെ ഡിവിഷനിലാണ് തോപ്പിച്ചു. അങ്ങനെയാണ് ടോണി ചെമ്മണി പിന്നെ കോർപ്പറേഷൻ മേയറായിട്ട് വരുന്നത്. കാരണം മറ്റേയാൾ കൗൺസിലർ ആയാലല്ലേ മേയറാവാൻ പറ്റുള്ളൂ, കൗൺസിലർ തന്നെ ആവണ്ടെന്ന് വെച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആവണമല്ലോ. വാർഡിലോട്ട് തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ. ഈ പണിയാണ് ചെയ്തിരുന്നത്. ഇതേപോലെ തന്നെയാണ് CPM-നകത്ത് സംഭവിച്ചിട്ടുള്ളത്. മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ 96 പരാജയപ്പെടുത്തി. 91 അവിടെ നിന്നുള്ള MLA ആണ്. 96 ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി VS അച്യുതാനന്ദനാണ്. ആ VS അച്യുതാനന്ദനെ അവിടെ ഫ്രാൻസിസിനെ ജയിപ്പിച്ച് VS അച്യുതാനന്ദനെ പാരപെടുത്തിട്ട് EK പളനിയുടെ നേതൃത്വത്തിൽ, അത് CIT ഗ്രൂപ്പിൻ്റെ ഇടപെടലായിരുന്നു. അങ്ങനെ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടതുകൊണ്ടാണ് പിന്നെ EK നായനാരെ മുഖ്യമന്ത്രിയാക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് KP മാഷെ രാജിവെപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, സംഭവങ്ങൾ ഇതിൽ പിന്നെ ഈ വെട്ടാനും കുത്താനും നിൽക്കുന്ന ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയ്ക്ക് അവിടെ 4 വോട്ട് തിരിക്കാൻ പറ്റുമെങ്കിൽ അത് തിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ യാത്രയൊക്കെ ഇങ്ങനെ നടത്തിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം MLA ഓഫീസിലും പെരയിലും ഒക്കെ വേറെ ആരെങ്കിലും കയറിയിരിക്കണ കാണേണ്ടി വരുമോ എന്നുള്ളൊരു ഗതികേട് ഞാൻ പറയാൻ കാരണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പുനർജനി പദ്ധതിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായാലും പുനർജനി ക്രിയേറ്റീവായി ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പിയിട്ടുള്ള പദ്ധതി തന്നെയാണ് സതീഷിൻ്റെ പിന്നെ പുനർജനി പദ്ധതി. പക്ഷെ ആത്യന്തികമായി സതീശൻ വലിയ ഭീഷണിയെ നേരിടുകയാണ്. സതീശൻ പരാജയപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ള അവസ്ഥയിലാണ് പിന്നെ സതീശൻ നിൽക്കുന്നത്. മാത്രമല്ല, സതീശനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നത്, ഇന്നലെ നിയമസഭയുടെ കാലാവധി കഴിയുകയാണ്. അതിൻ്റെ അവസാനത്തെ സെഷനായിരുന്നു, അവസാനത്തെ ദിവസമായിരുന്നു ഇന്നലെ ശരിക്കും പറഞ്ഞ ഒരു ദിവസം ജാഥയ്ക്ക് ഒഴിവ് കൊടുത്ത് സതീശൻ നിയമസഭയിൽ പോകേണ്ടതാണ്. അങ്ങനെ ചെന്നിരുന്നെങ്കിൽ ഇന്ന് പണി കിട്ടുമായിരുന്നു. ഇന്നലെ ഈ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നിയമസഭയിൽ. പക്ഷേ അതിനെ കുറച്ചൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും നല്ലൊരു ഒറേറ്ററും നല്ലൊരു ഡിബേറ്ററുമായിട്ടുള്ള നല്ല പ്രസൻറ്ററുമായിട്ടുള്ള സതീശന് അതിന് കുറേയൊക്കെ പറ്റുമായിരുന്നു. സതീശൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവതരിപ്പിക്കുകയും പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയാൻ കഴിവുള്ള ഒരാളുമാണ്. പക്ഷേ സതീശൻ ഇന്നലെ ചെയ്തത് അബദ്ധമാണ്. ഇന്നലെ നിയമസഭയിൽ പോകേണ്ടിയിരുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ, ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തി എന്ന രീതിയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും അത് കഴിഞ്ഞിട്ട് അവിടെ ഫോട്ടോ സെഷൻ ഉണ്ട്, ബാക്കിയുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാവരും പങ്കെടുക്കുകയും ഒരു ദിവസം ഇവർ ഈ ജാഥ നടത്തിയിട്ടില്ല എന്ന് എഴുതിയിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ സംഭവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജാഥ നടത്തിയിട്ട് എന്തെങ്കിലും തേങ്ങ ഉണ്ടായോ? അതായത് ഇതിനകത്ത് തന്നെ ഇതിൻ്റെ പ്രഭ കെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം
ഒരു പ്രതിപ്രചാരണം സതീശന് ഇതിൻ്റെ ഒരു ചാമ്പ്യനായി മാറരുത് എന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ സതീശനോട് എതിർപ്പുള്ള ആളുകൾ ഇതിനെ മെല്ലെ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് മെല്ലെ ഫ്രീസ് ചെയ്ത് മെല്ലെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സതീശന് ആ ബുദ്ധി മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബുദ്ധി മനസ്സിലാവാതിരിക്കാനൊന്നും സാധ്യതയില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ നാടാറ് മാസം കാടാറ് മാസം എന്ന് പറഞ്ഞ മാതിരിയുള്ള ഇതൊരു പാർട്ട് ടൈം ജോബല്ല. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബല്ല. രാജ്യത്തിൻ്റെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബല്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബല്ല. ഒരു MP എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ജോബല്ല. ഇവിടെ എത്രയോ സാധാരണ മനുഷ്യരുണ്ട് ഇവിടെ നാട്ടിൽ ഫുൾ ടൈമറായിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ ഇത്രയൊന്നും ഓണറേറിയവും അലവൻസും ഒന്നും ഇല്ലാത്ത പഞ്ചായത്ത് മെമ്പർമാർ ഫുൾ ടൈം പഞ്ചായത്ത് ഓഫീസിലും നാട്ടും പുറത്തുമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ കാണുന്നില്ലേ, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ. അപ്പോൾ ആ രീതിയിലുള്ള ഉത്തരവാദിത്വ ബോധമില്ലാത്ത രാഹുൽ ഗാന്ധിയെയും അതേപോലെ തന്നെ സ്വന്തം മണ്ഡലത്തിലൂടെ ഈ ജാഥ കടന്നു പോയപ്പോൾ പോലും ഒന്ന് പങ്കെടുത്ത ഒരു സ്വീകരണത്തിനകത്ത് 1 2 യോഗത്തിലൊന്ന് സംസാരിച്ചാൽ ഇതിന് മൈലേജ് കിട്ടുമായിരുന്നു. രാഹുൽ ഗാന്ധി ഇനി സമാപനത്തിൽ പങ്കെടുക്കുമെന്ന് എനിക്കറിയില്ല. സമാപനത്തിലല്ല, അതിനിടയ്ക്ക് തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നു. കാരണം ഭാരത് ജോഡോ യാത്ര ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പോ നമുക്ക് ഓർമ്മയുണ്ട്. ആ രീതിയിൽ ഈ കേരളത്തിനകത്ത് കേരളം പിടിക്കുമ്പോൾ, കേരളം പിടിച്ചാൽ മാത്രമേ അവർക്ക് കർണാടകയും തെലുങ്കാനയും നിലനിർത്താൻ കഴിയൂ എന്ന പ്രാഥമിക ബോധം അവർക്കുണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവുമായിരുന്നു. ഏതായിരുന്നാലും CPM ഒരു പൊതു സ്വതന്ത്രനെ പറവൂരിൽ നിർത്തിയാൽ, CPM ആ സീറ്റ് ഏറ്റെടുത്തിട്ട് ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിയാൽ സതീശൻ വെള്ളം കുടിക്കും. സതീശനെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർ, സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ നന്നായി മെനക്കെടും. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ഒന്നുകിൽ സതീശനെ ആ മണ്ഡലത്തിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഒരു പരിധിക്കപ്പുറം കടന്ന് സതീശനെതിരെ ഇവരെല്ലാം സംഘടിച്ച് ഇവർക്കെല്ലാം തിരിക്കാൻ പറ്റുന്ന, ഓരോ ടീമിനും തിരിക്കാൻ പറ്റുന്ന ഒരു 1000 വോട്ടാണെങ്കിൽ 1000 വോട്ട് വെച്ചും എല്ലാം തിരിച്ചു കഴിഞ്ഞാൽ സതീശൻ്റെ വാട്ടർലൂ ആയിട്ട് ഇത്തവണ പറവൂർ മാറിക്കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.